1984 മൈ ഡിയർ കുട്ടിച്ചാത്തൻ, പിന്നീട് ഓടരുത് അമ്മാമ ആളറിയാം. ഈ ഒരു സിനിമകളിലൂടെയൊക്കെയാണ് ജഗദീഷ് എന്ന നടൻ മലയാള സിനിമയിലേക്ക് ചുവട് വെച്ച് തുടങ്ങിയത്. പിന്നീട് അദ്ദേഹം കൂട്ടക്കളികളും മോഹൻലാലിലെ മമ്മൂട്ടിയുടെ ഒക്കെ സുഹൃത്തായിട്ടും അങ്ങനെയുള്ള കുറെ റോളുകളൊക്കെ ചെയ്തു. 90 കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹം ഒരു ഹീറോ എന്ന രീതിയിൽ സിനിമകൾ ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 1991 ഈ ഒരു വർഷം ഹീറോ ആയിട്ട് മാത്രമല്ല ഒരുപാട് സിനിമകൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു 25 മുകളിൽ സിനിമകൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. എല്ലാ സിനിമകളും നമ്മൾ പറയുന്നില്ല, സെലക്ട് ചെയ്തിട്ടുള്ള കുറച്ച് സിനിമകളെ കുറിച്ച്, ജഗദീഷിന്റെ കരിയർ മാറ്റിമറിച്ച കുറച്ച് സിനിമകളെ കുറിച്ച് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഇതിലൊരു പ്രധാനപ്പെട്ട സിനിമയാണ് നഗരത്തിൽ സംസാര വിഷയം. ഈ ഒരു സിനിമ ഡയറക്ട് ചെയ്തിട്ടുള്ളത് പ്രശാന്ത്. ഈ പ്രശാന്ത് എന്ന് പറയുന്നതാണ് തേവലക്കര ചെല്ലപ്പൻ. അദ്ദേഹം വളരെ ഫേമസ് ആയിട്ടുള്ള അസോസിയേറ്റ് ഡയറക്ടർ ആയിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ് നഗരത്തിലെ സംസാര വിഷയം. ഇതിൽ ജഗദീഷ് സിദ്ദിഖ് ഇവരുടെ ഒരു കോംബോ പിന്നീട് നമുക്കറിയാം ഒരു 3-4 വർഷം ഇവര് തന്നെയായിരുന്നു. മമ്മൂട്ടി മോഹൻലാലൊക്കെ തിളങ്ങുന്ന പോലെ തന്നെ ഇവരുടെ സിനിമകൾക്കും അതിൻ്റെതായ ഒരു ഓഡിയൻസ് ഉണ്ടായിരുന്നു. ഇനി ഹരിഹർ നഗർ എന്നൊരു സിനിമ 90 സംഭവിച്ചു. ആ സിനിമയ്ക്ക് ശേഷമാണ് 91 പിന്നീട് ഇവരൊക്കെ ചുറ്റിപ്പറ്റിയിട്ടുള്ള ഇത്തരത്തിലുള്ള മമ്മൂട്ടി മോഹൻലാലൊന്നും അല്ലാതെയുള്ള രണ്ടാം നിരയിൽ നിൽക്കുന്ന നടന്മാരെ ചുറ്റിപ്പറ്റി സിനിമകൾ വന്നു തുടങ്ങിയത്. ഇതിൽ 91 പ്രധാനപ്പെട്ട ഒരു സിനിമ തന്നെയാണ് നഗരത്തിലെ സംസാര വിഷയം. ഇതിലൊരു ഫിലിം റെപ്രസെന്റേറ്റീവ് ആയിട്ട് സിദ്ദിഖിന്റെ കഥാപാത്രം കൂടെ ജഗദീഷ് കൂടുന്നതും ഇവരൊരു ഫിലിം പെട്ടിയായിട്ട് പോകുന്നതും അങ്ങനെ പോകുന്നൊരു കഥയാണ്. ഞാൻ കഥയിലേക്ക് കിടക്കുന്ന നല്ല രസമുള്ള ഒരു സിനിമ തന്നെയാണ്. കല്ലു ഡെന്നിസ് ആണ് ആ ഒരു സിനിമ എഴുതിയിട്ടുള്ളത്. അത് അത്യാവശ്യം ഹിറ്റ് ആയിട്ടുള്ള ഒരു സിനിമ തന്നെയായിരുന്നു. പിന്നെ ഒരു സിനിമ, ഇതിൽ ജഗദീഷ് നായകനല്ല, മുഖച്ചിത്രം നല്ല ഉഗ്രൻ സിനിമയാണ്. ഭയങ്കര ഹിറ്റ് ആയിട്ടുള്ള സിനിമയാണ്. ജയറാമാണ് നായകൻ, ഒപ്പം സിദ്ദിഖ് ഉണ്ട്, ജഗദീഷ് ഉണ്ട്. ഈ ഒരു സിനിമയിലാണ് ജഗദീഷ് എച്ച്യൂസ്മി എന്ന് പറയുന്നത്. അവിടെ നിന്നാണ് പിന്നീട് മിമിക്രിക്കാരൊക്കെ ഏറ്റെടുത്തിട്ടുള്ള ഇതാണ്. ജഗദീഷിന്റെ പ്യൂണായിട്ടുള്ളത് അതിഗംഭീരമായിട്ടുള്ള റോളാണ് ജഗദീഷ് പെർഫോം ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുള്ള സിനിമ. എനിക്ക് 100 ദിവസത്തോളം ഓടിയ ഒരു സിനിമ ഇതാണ്. എം രഞ്ജിത്താണ് ആ സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അടുത്ത സിനിമ കടിഞ്ഞൂൺ കല്യാണമാണ്. കടിഞ്ഞൂൺ കല്യാണത്തിലും രാജസേനൻ ജയറാം കൂട്ടുകെട്ടിലെ അവിടെ നിന്നാണ് അവരുടെ കൂട്ടിട്ട് തുടങ്ങുന്നത്. ഇതില് ഈ പറയുന്ന ഇദ്ദേഹത്തിന്റെ ക്യാരക്ടർ, ജഗദീഷിന്റെ ഒരു ക്യാരക്ടർ ഒരു പ്രത്യേകം ഒരു വില്ലനിസം ഒക്കെ ഉള്ള ഒരു ക്യാരക്ടറാണ്. ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ തന്നെയായിരുന്നു. അത് സിനിമയും ഭയങ്കര സൂപ്പർ ഹിറ്റ് ആയിരുന്നു. ജഗദീഷും ഒന്ന് ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. ചില ആളുകൾക്ക് അത് ഇഷ്ടപ്പെടാതെ പോയതുകൊണ്ടുണ്ട്. എന്നോട് പലരും കണ്ടിട്ട് അത് ജഗദീഷ് കുറച്ച് ബോറാണ്, ഓവർ ആയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എനിക്ക് എന്തോ ഇഷ്ടപ്പെട്ടിരുന്നു അന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ. അടുത്തത് സുന്ദരിക്കാക്ക എന്ന ഒരു സിനിമയാണ്. ഈ സിനിമ ഞാൻ കുറെ കാലം മുമ്പ് കണ്ടിട്ടുള്ള ഒരു സിനിമയാണ്. ഇതിൽ വലിയ സ്റ്റാർ കാസ്റ്റ് ആണ്. അതിൽ സിദ്ദിഖ്, ഇന്നസെന്റ്, സുകുമാരി, മനോജ് കെജൻ, അങ്ങനെ ഒരു ജഗദീഷിന്റെ സിനിമ എന്നൊന്നും അങ്ങനെ പറയാൻ പറ്റില്ല. ഇത് വലുതായിട്ട് അങ്ങനെ ശ്രദ്ധിക്കപ്പെടാൻ എനിക്ക് തോന്നുന്നു ഇന്നത്തെ തലമുറയൊന്നും അധികം കണ്ടിട്ടുണ്ടാവില്ല ആ ഒരു സിനിമ. പിന്നെ നയം വ്യക്തമാക്കുന്നു ജഗദീഷിന്റെ ഒരു ഉഗ്രൻ ക്യാരക്ടറാണ്. ബാലചന്ദ്ര മേനോൻ മമ്മൂട്ടി വെച്ച് ഡയറക്ട് ചെയ്തിട്ടുള്ള, മമ്മൂട്ടിയുടെ ഒക്കെ തുടക്കാലത്ത് ബാലചന്ദ്രൻ സിനിമകൾ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ബാലചന്ദ്ര മേനോൻ ചെയ്തിട്ടുള്ള സിനിമയാണ്. ഇതിൽ ജഗദീഷ് ഒരു PA ആയിട്ടുള്ള ഇവരുടെ ഒരു പക്ക ഒരു രാഷ്ട്രീയക്കാരന്റെ ക്യാരക്ടർ. ഇതില് കുരുടാമണ്ണിൽ ശശി എന്ന പേര് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഞാനിപ്പോ നോക്കിക്കഴിഞ്ഞപ്പോ കുരുടാമണ്ണിൽ ശശി എന്നാണ് ക്യാരക്ടർ. അത് ബാലചന്ദ്ര മേനോൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അന്നത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു പദവി വഹിച്ചിരുന്ന ഒരു മന്ത്രിയുടെ ഒരു PA, ഒരു റിയൽ ലൈഫിന് ക്യാരക്ടർ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് കുശിമ്പും കുത്തിത്തിരിപ്പൊക്കെ ഉള്ള ഒരു ക്യാരക്ടറാണ്. ജഗദീഷ് അത് ഉഗ്രനായിട്ട് റോള് ചെയ്തിട്ടുണ്ട്. പിന്നെ മൂക്കില്ല രാജ്യത്ത് സിനിമയെ കുറിച്ച് നമുക്കറിയാം. അതിൽ ഇവര് 4 പേരാണ്, തിലകനും സിദ്ദിഖും മുകേഷും ഒക്കെ ആയിട്ടുള്ള. ജഗദീഷ് ശ്രീകുമാർ പ്രാന്താശുപത്രിയിൽ നിന്ന് ചാടുന്നതൊക്കെയാണ്. ഇതിലും ജഗദീഷ് അതിലൊരു പോലീസ് ഇൻസ്പെക്ടറുടെ ഒരു വേഷമാണ് ജഗദീഷ് ചെയ്തിട്ടുള്ളത്. പിന്നെ കുറച്ച് സിനിമകളുണ്ട്, ഞാൻ ഓടിച്ച് പറയാം. ഞാൻ പ്രധാനപ്പെട്ട സിനിമകളെ കുറിച്ച് മാത്രം എടുത്ത് പറയുന്നുള്ളൂ. പോസ്റ്റ്ബോക്സ് നമ്പർ 27, അഗ്നിനിലാവ്, കളരി, ഈ സിനിമകളൊക്കെ ഇതിലൊക്കെ ജഗദീഷ് ഉണ്ട്. പക്ഷെ ഇതിലൊന്നും ജഗദീഷ് അല്ല പ്രധാനപ്പെട്ട വേഷം ചെയ്തിട്ടുള്ളത്. പിന്നെ അപൂർവം ചിലർന്ന സിനിമയുണ്ട്. ഇത് കലാധരനാണ് ഡയറക്ട് ചെയ്തിട്ടുള്ളത്. ജഗദീഷ് ശ്രീകുമാറിന് ഈ സിനിമയ്ക്കും കിലുക്കത്തിനും കൂടിയാണ് അവാർഡ് കിട്ടിയിരിക്കുന്നത്. അതില് നല്ലൊരു സിനിമയാണ്. അതിലും ജഗദീഷ് ഒരു സൈഡ് റോള്. അന്നത്തെ ജഗദീഷ് പല സിനിമകൾ, ഇതില് ഗണേശനും സായികുമാറും ആണ് ഇതിൽ പ്രധാന. അതായത് ഇന്നസെന്റിന്റെയും ജഗതിയുടെയും മക്കളായിട്ട് അഭിനയിച്ചിരിക്കുന്നത്. ഞാൻ കുറെ മുമ്പ് കണ്ടിട്ടുള്ളതാണ്. ജഗദീഷ് ശ്രീകുമാർ അസാധ്യമായിട്ട് ചെയ്തിട്ടുള്ളതാണ്. അതിലും ജഗദീഷും അതിൽ നല്ലൊരു സിനിമ വേഷം ചെയ്തിട്ടുണ്ട്. പിന്നെ ഇരിക്കു MD അകത്തുണ്ട്. അതിലും ജഗദീഷ് എനിക്ക് തോന്നുന്നു സെക്കൻഡ് ഹാഫ് ഒക്കെ ആയിട്ട് വരുമ്പോഴാണ്. അതിൽ പ്രധാനപ്പെട്ട വേഷം ചെയ്യുന്നത് ഈ മുകേഷും സൈനുദ്ദീനും സായികുമാറൊക്കെയാണ്. അവർ ഒരു കൺസൾട്ടൻസി തുടങ്ങുന്നതും പിന്നെ ഒരു ചെറിയൊരു പ്രശ്നത്തിൽ ഇവർ പെടുന്നതൊക്കെയാണ്. അങ്ങനെ പിന്നെ ജഗദീഷിന്റെ ഒരു കഥാപാത്രം വരുന്നതാണ്. കുറെ മുമ്പ് ഞാൻ കണ്ടിട്ടുള്ള, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ജഗദീഷ് അതിൽ ഒരു പോലീസ് ഓഫീസറോ അങ്ങനെ എന്തോ പറയുന്നത് സെക്കൻഡ് ഹാഫിൽ വരുന്ന ഒരു ക്യാരക്ടറാണ്. പിന്നെ ആമിന ടൈലേഴ്സ്, ആ ഒരു സിനിമ സാജൻ ഡയറക്ട് ചെയ്തൊരു സിനിമയാണ്. അത് അങ്ങനെ വലിയ ഹിറ്റ് ആയിട്ടുള്ള സിനിമയല്ല, പക്ഷെ നല്ല
രസമുള്ള കുറെ ഹ്യൂമർ സീൻസ് ഉണ്ട്. പലപ്പോഴും യൂട്യൂബ് ഒക്കെ എടുക്കുമ്പോൾ ഹ്യൂമർ സീൻസ് നോക്കിക്കഴിഞ്ഞാൽ വരുന്നതാണ്. ഇതില് അശോകനും പാർവതിയും ഋഷഭാവയും ഒക്കെയാണ് പ്രധാന വേഷം. അതിൽ ജഗദീഷ് മജീദ് എന്ന് പറഞ്ഞൊരു ക്യാരക്ടറാണ്. അതിൽ മാമുക്കോയ ഉണ്ട്, ഇന്നസെന്റ് ഉണ്ട്, കുതിരോട്ടം അപ്പു ഉണ്ട്. നല്ല രസമായിട്ടുള്ള കുറെ ഹ്യൂമർ സീൻസ് ഒക്കെ ഉണ്ട് ഇവരുടെ. പിന്നെ എന്നും നന്മകൾ എന്നൊരു സിനിമ, സത്യൻ അന്തിക്കാടിന്റെ സിനിമയാണ്. അന്ന് വലുതായിട്ട് വിജയിക്കാതെ പോയൊരു സിനിമയാണ്. ജയറാമും ശ്രീനിവാസനുമാണ്. ശ്രീനിവാസനാണ് കുറച്ച് കൂടുതൽ സ്ക്രീൻ പ്രസൻസ് ഉള്ളത്. അതില് ജഗദീഷ് ഒരു പോസ്റ്റ്മാൻ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ജഗദീഷ് ചെയ്തിട്ടുള്ളത്. ഉൽപ്പലാക്ഷൻ എന്നാണ് ക്യാരക്ടറിന്റെ പേര്. ഇതിലെ മൂന്ന് നായകന്മാര് അവര് KPCC വീട്ടിൽ പേയിങ് ഗസ്റ്റ് ആയിട്ട് താമസിക്കുന്നു. അവർക്ക് ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ഇന്ന് കത്തൊന്നുമില്ല എന്ന് പറയുന്ന ഒരു പൂവാലൻ ടച്ച് ഉള്ള ഒരു ക്യാരക്ടറാണ്. ജഗദീഷിന്റെ ഒരു ടൈലർ മെയ്ഡ് ക്യാരക്ടർ തന്നെയായിരുന്നു എന്നും നന്മകൾ എന്ന സിനിമയില്. പിന്നെ മിമിക്സ് പരേഡ്, ഈ ഒരു സിനിമയാണ് നമ്മൾ ആദ്യം പറയേണ്ട ഒരു സിനിമയായിരുന്നു. ഈ ഒരു സിനിമയാണ് ജഗദീഷിന്റെ കരിയർ മാറ്റിമറിച്ചത് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഒരു ഹീറോ എന്ന രീതിയിൽ ജഗദീഷിന് ഒരു ബ്രേക്ക് ആയതാണ്. കാരണം അന്ന് മുകേഷിനെ ആലോചിച്ചിട്ടുള്ള വേഷമായിരുന്നു. എനിക്ക് തോന്നുന്നു അന്ന് മുകേഷിന് വെച്ചിരുന്ന റോള്, മുകേഷ് അന്ന് ഗോഡ് ഫാദറിന്റെ തിരക്ക് കാരണം മാറിപ്പോയപ്പോ ആ വേഷത്തിലോട്ട് സിദ്ദിഖ് അഭിനയിച്ചു. പിന്നീട് അതിലെ ഒരു ഈക്വൽ ഇമ്പോർട്ടൻസ് തന്നെയാണ്. അത് സിദ്ദിഖിന് വെച്ചിരുന്ന റോളായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ആ റോളിലേക്ക് ജഗദീഷ് വന്നു. പിന്നീട് അതില് മറ്റുള്ള വേറെ ആർട്ടിസ്റ്റുകളൊക്കെ നമുക്കറിയാം. മിമിക്സ് പരേഡ് ഇവർ ഒരു 5-6 പേരായിട്ട്, കലാഭവൻ അൻസാറാണ് അതിന്റെ കഥ എഴുതിയിട്ടുള്ളത്, കലു ഡെന്നിസ് ആണ് അതിന്റെ സ്ക്രിപ്റ്റ് എഴുതിയിട്ടുള്ളത്. അന്ന് ഭയങ്കര സൂപ്പർ ഹിറ്റ് ആയിട്ടാണ്. ജൂബിലി ഫിലിംസ് ആണ് അത് ഡിസ്ട്രിബ്യൂഷൻ ഏറ്റെടുത്തിട്ടത്. ഞാൻ ഈ തുളസിദാസിന്റെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിരിക്കുന്നത് വളരെ ചുരുങ്ങിയ ബഡ്ജറ്റിലാണ്, അതായത് 16 ലക്ഷം രൂപയ്ക്ക് എന്നാണ് സിനിമ തീർന്നത്. പക്ഷെ അന്ന് ഒരുപാട് സെന്റേഴ്സിൽ അത് കളക്ട് ചെയ്തു. ബിയിലും സിയിലും ഒക്കെ കൂടി ഏകദേശം 80 ലക്ഷത്തിന് മുകളിലൊക്കെ അന്ന് കളക്ട് ചെയ്തിട്ട് സിനിമയാണ്. ഇവിടെ മുതലാണ് ഈ പറയുന്ന ജഗദീഷ് സിദ്ദിഖ് കോമ്പോന് ഒരു ബ്രേക്ക് കിട്ടിയെന്ന് ശരിക്കും പറയാം. മിമിക്സ് പരേഡിന്റെ അത്ര സൂപ്പർ ഹിറ്റ് ആയി. പിന്നെ അതിനുശേഷം തുടർന്നും കാസർഗോഡ് കാദർബായി വന്നു. അത് 92 ഫെബ്രുവരി മാർച്ച് ആയപ്പോഴാണ് ആ സിനിമ റിലീസ്. അത് മോശമില്ലാതെ മിമിക്സ് പരേഡ് പോലെ ഹിറ്റ് ആയില്ല, പക്ഷെ തർക്കടില്ലാതെ പോയൊരു സിനിമ തന്നെയായിരുന്നു കാസർഗോഡ് കാദർബായി. എന്തായാലും എന്റെ ഫേവറേറ്റ് ഒരു സിനിമ തന്നെയാണ് മിമിക്സ് പരേഡ്. പിന്നെ അടുത്തൊരു സിനിമ ഗോഡ് ഫാദർ സിനിമയിൽ ജഗദീഷ് ഇല്ലാതെ നമുക്ക് ആ സിനിമ സങ്കല്പിക്കാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നു സപ്പോർട്ടിങ് ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു നായകന്റെ ഫ്രണ്ട് ആയിട്ട് വരുന്ന ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 5 സിനിമ എടുത്തു കഴിഞ്ഞാൽ അതിലൊരു സിനിമ തന്നെയായിരിക്കും ഗോഡ് ഫാദർ. അതിൽ ജഗദീഷിന്റെ കഥാപാത്രം അത്ര അതിഗംഭീരമായിട്ടാണ് ജഗദീഷ് പെർഫോം. എനിക്കൊണ്ട് ജഗദീഷിനൊക്കെ ശരിക്കും ആ ഒരു സിനിമയ്ക്കൊക്കെ അവാർഡ് കൊടുക്കണ്ടായിരുന്നു. അങ്ങനെ ഒരു അവാർഡൊന്നും കിട്ടിയിട്ടില്ല എന്ന് തോന്നുന്നു. ആ വർഷം ജഗദീഷ് ശ്രീകുമാറിന് അവാർഡ് കിട്ടിയിട്ടുണ്ട്, ഇന്നസെന്റിന് തിലകൻ അവാർഡ് കിട്ടിയിട്ടുണ്ട്, നെടുമുടി വേണുവിന്, ഇവർക്കൊക്കെ പല പല സിനിമകൾക്ക് അവാർഡ് കിട്ടിയിട്ടുണ്ട്. ജഗദീഷിന് മാത്രം ഒരു അവാർഡ്സും കിട്ടിയതായിട്ട് എൻ്റെ ഒരു അറിവില്ല. എന്തായാലും ഈ പറഞ്ഞ മിമിക്സ് പരേഡ് പോലെ തന്നെ ജഗദീഷിന് ഭയങ്കര ഗുണം കിട്ടി. അവിടെ നിന്ന് അങ്ങോട്ട് ജഗദീഷ് ജയറാമിന്റെയും മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെ ഒക്കെ നായകനായിട്ട് ചെയ്യുമ്പോൾ തന്നെ അപ്പുറത്ത് ഇവരുടെയൊക്കെ ഫ്രണ്ടായിട്ടും ജഗദീഷ് ചെയ്യുന്നുണ്ട്. അതിഗംഭീരമായിട്ട് പെർഫോം ചെയ്യുന്ന ഒരു നടനാണ് ജഗദീഷ്. പിന്നെ മറ്റൊരു സിനിമ ഇൻസ്പെക്ടർ ബൽറാം 91 വിഷുവിന് ഇറങ്ങിയൊരു സിനിമയാണ്. ഞാൻ ആ തൃശ്ശൂർ രാഗം തിയേറ്ററിൽ സിനിമ കാണാൻ പോകുന്നത്. എനിക്ക് അന്ന് ഞാൻ ജഗദീഷിന്റെ വലിയൊരു ഫാനായിരുന്നു. എന്താണെന്നറിയില്ല, ജഗദീഷിനോട് വലിയൊരു ഇഷ്ടമുണ്ടായിരുന്നു. ഇൻസ്പെക്ടർ ബൽറാമിൽ മമ്മൂട്ടി നായകനാണെങ്കിലും ഈ ഒരു സിനിമയെ കുറിച്ച് ഞാൻ പ്രത്യേകം പറയുന്നത്, എനിക്ക് അതിൽ ജഗദീഷിന്റെ കഥാപാത്രം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ജഗദീഷ് ഒരു കോൺസ്റ്റബിൾ, ജഗദീഷിന്റെ സീനിയർ ഓഫീസറായിട്ട് ഭാര്യ കൽപ്പന പോലീസ് സ്റ്റേഷനിൽ വെച്ചിട്ട് ഇവർ തമ്മിൽ കൽപ്പന ഓർഡർ ചെയ്യും, ജഗദീഷ് അനുസരിക്കും, വീട്ടിലെത്തിയ ഭാര്യയെ തല്ലും. അങ്ങനെയാണ് മമ്മൂട്ടിയോട് ത്രൂ ഔട്ട് ഒരു ക്യാരക്ടറാണ്. കുറച്ചൊരു ഇമോഷണൽ സാധനമൊക്കെ ജഗദീഷിന് ആ ഒരു സിനിമയിലുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ജഗദീഷ് നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുള്ള ഒരു സിനിമ തന്നെയാണ് ഇൻസ്പെക്ടർ ബൽറാം. പിന്നെ അടുത്ത സിനിമ പ്രിയദർശന സിനിമ അഭിമന്യു. അതിൽ നല്ലൊരു റോളാണ് ജഗദീഷ്. അങ്ങനെ ഒരു ഹ്യൂമർ ക്യാരക്ടർ സിനിമ കണ്ടവർക്ക് അറിയാം. അതൊരു സീരിയസ് മൂഡിലുള്ള സിനിമയാണ്. ജഗദീഷിന് എൻ്റെ ഒരു ക്ലൈമാക്സ് ഒക്കെ ജഗദീഷിനോട് ശരിക്കും ദേഷ്യം തോന്നും. ഞാൻ ആ സിനിമയൊക്കെ അന്ന് സ്കൂളിൽ പഠിക്കുമ്പോൾ 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് കാണുന്നത്. എനിക്ക് അതിൽ അവസാനം മോഹൻലാലിന് ഒറ്റി കൊടുക്കേണ്ട ഒരു ക്യാരക്ടറാണ് ജഗദീഷ്. ഭയങ്കര ദേഷ്യം നമുക്ക് തോന്നുന്നു ജഗദീഷിന്റെ ക്യാരക്ടറിനടുത്ത്. പക്ഷെ എനിക്ക് തോന്നുന്നു ജഗദീഷ് ചെയ്ത കുറച്ച് നല്ല സീരിയസ് ക്യാരക്ടേഴ്സിലെ ഒരു സിനിമ തന്നെയായിരുന്നു അഭിമന്യു. പിന്നെ അടുത്ത സിനിമ കൂടിക്കാഴ്ച, സുരേഷ് ബാബുവിന്റെ സിനിമയാണ്. അതില് ജയറാമും ജഗദീഷും പിന്നെ സുകുമാരനുണ്ട്, ബാബു തന്നെയുണ്ട്. നല്ലൊരു സിനിമയാണ്. ഈ സുരേഷ് ബാബുവിന്റെ കോട്ടയം കുഞ്ഞച്ചൻ കുറിച്ചാണ് എല്ലാവരും പറയാ. പക്ഷെ എനിക്ക് സുരേഷ് ബാബുവിന്റെ ഇഷ്ടപ്പെട്ട കോട്ടയം കുഞ്ഞച്ചൻ പോലെ തന്നെ ഇഷ്ടപ്പെട്ട സിനിമകൾ ഒന്നാണ് കൂടിക്കാഴ്ച, അതുപോലെ മാന്യന്മാർ. അതൊക്കെ നല്ല രസമുള്ള സിനിമകളായിരുന്നു. കൂടിക്കാഴ്ചയിൽ ഒരു ഹീറോ റോൾ തന്നെ പറയാം. കാരണം ഇവർ ഒരുമിച്ച് തന്നെയാണ് അതിൽ ജഗദീഷും ജയറാമും ത്രൂ ഔട്ട് ഉണ്ട്. പിന്നെയാണ് സുകുമാരനും ബാബുവിനേക്ക് വരുന്നത്. ഒരു അതിഗംഭീര ഒരു സിനിമ തന്നെയായിരുന്നു കൂടിക്കാഴ്ച. അതൊക്കെ ചെറിയ ബഡ്ജറ്റിൽ ചെയ്ത് അന്ന് അത്യാവശ്യം ഹിറ്റായ ഒരു സിനിമ തന്നെയായിരുന്നു. അടുത്തത് ചെപ്പ് കിലുങ്ങണ ചങ്ങാതി. അതിലും ജഗദീഷും മുകേഷും രണ്ടും നായകന്മാരാണ്. അത് ഒരു പൊടിക്ക് ജഗദീഷിനെയാണ് എനിക്ക് ആ സിനിമയിൽ കൂടുതൽ ഇഷ്ടപ്പെട്ടത്. ആ ഒരു ക്യാരക്ടർ വൈസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നല്ല രസമാണ് ജഗദീഷ്. കഥയൊക്കെ എല്ലാവർക്കും അറിയാം. ഒരു തേപ്പുകാരായിട്ട്
അന്ന് മലയാള സിനിമയിൽ അധികം കണ്ടിട്ടില്ല അത്തരം ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സിനെയൊക്കെ. അതിൽ ജഗദീഷും മുകേഷും വരുന്നത്, പിന്നീട് അവരൊരു ഒരു പെൺകുട്ടി ഇവരുടെ ലൈഫിലോട്ട് വരുന്നു. അങ്ങനെ പോകുന്ന ഒരു സിനിമയാണ്, നല്ല സിനിമയാണ്. അത് ഹിറ്റായിട്ടുള്ള ഒരു സിനിമ തന്നെയായിരുന്നു ചെപ്പുകിൽ എന്ന ചങ്ങാതി. പിന്നെ വിഷ്ണു ലോകം കമലിന്റെ സിനിമയാണ്. ഈ 91 വിഷുവിന് ഇറങ്ങിയ ഒരു സിനിമയാണ്. അതിൽ മോഹൻലാലിന്റെ ഒരു ഫ്രണ്ട് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ, ഒരു ത്രൂ ഔട്ട് ക്യാരക്ടർ തന്നെയാണ് ജഗദീഷിന്റെ. അതിൽ ആ സിനിമ പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് കസ്തൂരി എന്ന് പറയുന്ന ഒരു സിനിമയൊക്കെയാണ് ഓർമ്മ വരുന്നത്. ആ സിനിമ ഈ വിഷ്ണു ലോകവും ഇൻസ്പെക്ടർ ബൽറാമും 91 വിഷുവിനാണ് ഇറങ്ങിയത്. അപ്പൊ ജഗദീഷ് ഈ അടുത്തല്ല, കുറച്ച് മുമ്പുള്ള ഒരു ഇന്റർവ്യൂവിന്റെ ഒരു റീല് ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു. അതിൽ ജഗദീഷ് പറയുന്നുണ്ട് ഈ രണ്ട് സിനിമയും ഇൻസ്പെക്ടർ ബൽറാമും ഷൂട്ടിംഗ് വിഷ്ണു ലോകം ഒരേ സമയത്താണ്. ഒന്ന് പകൽ അഭിനയിക്കും, മറ്റേത് രാത്രി പോയി അഭിനയിക്കും. അങ്ങനെ ബാക്ക് ടു ബാക്ക് അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു ദിവസം ഇങ്ങനെ ക്ലാഷ് വന്നു. അവിടെ വിളിച്ചപ്പോൾ പോകേണ്ടി വന്ന കാരണം അവിടെ രാത്രി പോയിട്ടാണ് ജഗദീഷ് അഭിനയിക്കുന്നത് ഇൻസ്പെക്ടർ ബൽറാമിൽ. അപ്പൊ വിഷ്ണു ലോകത്തില് ആ പാട്ട് സീനിൽ ജഗദീഷിന് പകരം അതിൽ സൈക്കിൾ ചവിട്ടുന്നത് കാല് മാത്രമേ കാണിക്കുന്നുള്ളൂ. അത് മണിമുള രാജുവാണ് ചെയ്തതെന്നൊക്കെ ജഗദീഷ് പറഞ്ഞിട്ടുണ്ട്. നല്ല രസമുള്ള ഒരു സിനിമ തന്നെയായിരുന്നു. ജഗദീഷ് നല്ലൊരു ക്യാരക്ടർ തന്നെയായിരുന്നു വിഷ്ണു ലോകം. അടുത്തത് വേണുനാഗവള്ളിയുടെ ഒരു സിനിമയാണ് കിഴക്കുണരും പക്ഷി. അതന്ന് വിജയിച്ച ഒരു സിനിമയല്ല, ഫ്ലോപ്പ് ആയ ഒരു സിനിമയാണ്. പക്ഷെ ഇന്ന് കാണുമ്പോൾ നല്ല രസമുള്ള കുറെ സീൻസ്, സിറ്റുവേഷൻസ് ഉണ്ട്. അതിൽ ഇന്നസെന്റും മോഹൻലാലിന്റെ കൂടെയുള്ള കുറെ ക്യാരക്ടേഴ്സ് ഉണ്ട്. അതിൽ ഇന്നസെന്റ് ഉണ്ട്, ജഗതി ശ്രീകുമാർ ഉണ്ട്, ജഗദീഷ് ഉണ്ട്, സന്തോഷ് ഉണ്ട്, നന്ദു ഉണ്ട്. എനിക്ക് തോന്നുന്നു ഇവരുടെ ഒക്കെ നല്ല കുറെ ഹ്യൂമർ സീൻസ് ഒക്കെ ആ സിനിമയിലുണ്ട്. പക്ഷെ അതൊരു സീരിയസ് മൂഡിലുള്ള സിനിമയാണ്. അതിലെ പല പാളിച്ചകൾ പറ്റിയ സിനിമ എന്തായാലും അന്ന് ഫ്ലോപ്പ് ആയിരുന്നു. അതുകൊണ്ട് അങ്ങനെ ഒരു ജഗദീഷ് സിനിമ എന്ന് പറയാൻ പറ്റില്ല. എങ്കിലും ജഗദീഷ് അന്ന് മോഹൻലാലിന്റെ സുഹൃത്തായിട്ട് അഭിനയിച്ച സിനിമകളിൽ ഒരു സിനിമയായിരുന്നു കിഴക്കുണരും പക്ഷി. അടുത്തത് ഗാനമേള എന്നൊരു സിനിമ. മുകേഷാണ് നായകൻ, ഗീതാ വിജയനാണ് നായിക. രസമുള്ള ഒരു സിനിമയാണ്. അന്നങ്ങനെ വലിയ വിജയമൊന്നുമല്ല, പക്ഷെ ഞാൻ ടി വിയിലൊക്കെ വരുമ്പോൾ പലപ്പോഴും കാണാറുണ്ട്. അതിൽ ഇന്നസെന്റും ജഗദീഷ് ശ്രീകുമാറും ഉണ്ട്. ജഗദീഷ് ഇതിൽ ഇവരുടെയൊക്കെ ഒരു സുഹൃത്തായിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. നല്ല രസമുള്ള ഒരു സിനിമയാണ്. അതിൽ മുകേഷ് മരിച്ചു എന്ന് പറഞ്ഞിട്ട് മുകേഷിന്റെ സഹോദരനാണെന്നും പറഞ്ഞ് CBI ഒരു സ്പൂഫ് പോലെയൊക്കെ കാണിച്ചിട്ട് അങ്ങനെയാണ് പെട്ടെന്ന് ആ സിനിമ എനിക്ക് ഇപ്പൊ കണ്ടിട്ട് കുറെ കാലമായി. പക്ഷെ ആ സിനിമയെ കുറിച്ച് പറയുമ്പോൾ വരുന്നത് സെക്കൻഡ് ഹാഫിൽ മരിച്ചുപോയ മുകേഷിന്റെ പാട്ടുകാരൻ മുകേഷിന്റെ ബ്രദറാണ്, ട്വിൻ ബ്രദറാണെന്നും പറഞ്ഞ് CBI അല്ല മമ്മൂട്ടിയുടെ അതേ ലുക്കിൽ മുകേഷ് വരുന്നതൊക്കെ ഉണ്ട്. ഒരു തമാശയും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സിനിമയായിരുന്നു അത്. പിന്നെ ഒരു സിനിമ ജഗദീഷിന്റെ കരിയറിൽ നല്ലൊരു റോള് കിട്ടേണ്ടതായിരുന്നു. പക്ഷെ ആ സിനിമ വന്നു കഴിഞ്ഞപ്പോൾ ജഗദീഷ് അതിലൊരു ജൂനിയർ ആർട്ടിസ്റ്റിനെ പോലെ അത് കിലുക്കമാണ്. നിങ്ങൾക്ക് പലവർക്കും അറിയുന്നുണ്ടോ, 91 ഓണത്തിനാണ് സിനിമ ഇറങ്ങുന്നത്. ആ ഒരു സിനിമയിൽ ജഗദീഷ് ത്രൂ ഔട്ട് റോളായിരുന്നു. പക്ഷെ ഇവര് ഫസ്റ്റ് എഡിറ്റ് ഒക്കെ കഴിഞ്ഞപ്പോൾ 4.5 മണിക്കൂർ സിനിമ. അങ്ങനെ ജഗദീഷിന്റെ ആ ഒരു ക്യാരക്ടർ, അതിൽ ഇടയ്ക്കിടയ്ക്ക് ഒരു ഫോട്ടോഗ്രാഫറായിട്ട് നടന്നു പോകുന്നു, പാട്ട് സീനിലൊക്കെ കാണാം. ജഗദീഷിന്റെ ആ ഒരു ട്രാക്ക് മുഴുവനായിട്ട് പ്രിയദർശൻ അന്ന് എടുത്തു മാറ്റേണ്ടി വരും. എനിക്ക് തോന്നുന്നു ജഗദീഷും ജഗദീഷ് ശ്രീകുമാറിനായിട്ടും ഇന്നസെന്റിനായിട്ടൊക്കെ കുറെ കോമ്പിനേഷൻ സീൻസ് ഉണ്ടായിരുന്നു. പക്ഷെ അതിൽ അവസാനം ആ പേര് എഴുതി കാണിക്കുമ്പോൾ അതിഥി താരങ്ങളെന്നോ പ്രത്യേക നന്ദി എന്നോന്നാണ് ജഗദീഷിനെ എഴുതി കൊടുത്തിട്ടുള്ളത്. എനിക്കൊന്ന് ജഗദീഷിന് അത് ഇന്നൊക്കെ ആണെങ്കിൽ ഡിലീറ്റഡ് സീൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്കത് യൂട്യൂബിൽ ഇടണം. അന്ന് അതൊന്നും ഫിലിമൊന്നും ചിലപ്പോൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടാവില്ല. അങ്ങനെ അന്നത്തെ കാലത്ത് ഒരുപാട് സിനിമകൾ നല്ല നല്ല സീൻസ് കട്ട് ചെയ്ത് പോകേണ്ടി വന്നിട്ടുണ്ട്. അതായത് ജഗദീഷിന് അന്ന് അങ്ങനെ കട്ടായി പോയ ഒരു ക്യാരക്ടറും സിനിമയും തന്നെയായിരുന്നു. എനിക്ക് തോന്നുന്നത് നഷ്ടം തന്നെയായിരുന്നു. ഒരു പക്ഷെ അത് ഉണ്ടായിരുന്നെങ്കിൽ ജഗദീഷിന് നല്ലൊരു ക്യാരക്ടർ ആയേനെ നമ്മളത് കാണുമ്പോൾ. എന്തായാലും ഇത്രയും സിനിമകളാണ്. ഞാൻ കുറച്ച് സിനിമകൾ ചിലപ്പോൾ മിസ് ചെയ്ത് പോയിട്ടുണ്ടാവും. ഇതിന്റെ പ്രധാനപ്പെട്ട സിനിമകൾ മാത്രമാണ് ഞാൻ പറഞ്ഞത്. എന്തായാലും ജഗദീഷ് എന്ന നടന്റെ കരിയർ ഒരു ടേണിംഗ് പോയിന്റ് ആയ ഒരു വർഷം തന്നെയായിരുന്നു 91. അതിൽ ഗോഡ് ഫാദർ എന്ന സിനിമ വളരെ ഗുണം ചെയ്തിട്ടുണ്ട്. 405 ദിവസം കൂടിയ ഒരു സിനിമയാണ്. അവിടുന്ന് അങ്ങോട്ട് ജഗദീഷിന് മായൻകുട്ടി എന്നുള്ള ടൈപ്പ് ഓഫ് കുറെ റോൾസ് കിട്ടി. ഇതുപോലെ മിമിക്സ് പരേഡിന്റെ വിജയം ജഗദീഷിനെ നായകനാക്കിയും സിനിമകൾ ചെയ്യാം എന്ന് ഒരു ധൈര്യം അന്ന് നിർമ്മാതാക്കൾക്ക് കൊടുത്തു. പക്ഷെ അത് പിന്നീട് 92 എത്തിയപ്പോൾ വെൽക്കം ടു കൊടൈക്കനാൽ പോലത്തെ സിനിമകളാണ് കുറച്ചും കൂടി സീരിയസ് ടൈപ്പ് ഓഫ് റോൾസ് ഒക്കെ ജഗദീഷിന് കിട്ടാൻ തുടങ്ങിയത്. എങ്കിലും അതിനൊരു തുടക്കം കുറിച്ച സിനിമയെന്ന് മിമിക്സ് പരേഡ് തുടക്കം കുറിച്ച ഒരു വർഷം തന്നെയായിരുന്നു 91. ഇതിൽ പല സിനിമകളും നിങ്ങൾ തിയേറ്ററിൽ പോയി കണ്ടിട്ടുണ്ടോ? ഞാനിതിൽ കുറെ സിനിമകൾ തിയേറ്ററിൽ പോയി കണ്ടിട്ട് കുറെ സിനിമകൾ പിന്നെ പണ്ട് കാസ്റ്റ് എടുത്തും DVD പിന്നെ ഈ അടുത്ത് യൂട്യൂബിലേക്കാണ് കണ്ടിട്ടുള്ളത്. നിങ്ങളുടെ ഫേവറേറ്റ് സിനിമകൾ, ഫേവറേറ്റ് ജഗദീഷിന്റെ ക്യാരക്ടേഴ്സ് എന്താണെന്നുള്ളത് നമുക്ക് കമന്റ് ചെയ്യും.